ബഫർ സോണിനെതിരെ താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് തുടക്കമായി. ചോരയൊഴുക്കിയും ബഫർ സോൺ തടയുമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയൂസ് ഇഞ്ചനാനിയൽ. ജീവനുള്ള കാലത്തോളം ബഫർ സോൺ അനുവദിക്കില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ രൂപതയുടെ നേതൃത്വത്തിലുള്ള കർഷക അതിജീവന സംയുക്ത സമിതിയുടെ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് ബിഷപ്പ് റെമീജിയൂസ് ഇഞ്ചനാനിയൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. മലമ്പനിയോടും മലമ്പാമ്പിനോടും തോറ്റിട്ടില്ലെന്നും ഈ സർക്കാരിന് മുന്നിലും തോൽക്കില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. ജീവനുള്ള കാലത്തോളം ബഫർ സോൺ അനുവദിക്കില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രി പരിഹാരം കാണണം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് സ്റ്റേ വാങ്ങി, കേരളം എന്തുകൊണ്ട് സ്റ്റേ വാങ്ങിയില്ല? ഉപഗ്രഹ സർവേക്ക് പിന്നിൽ നിഗൂഢതയുണ്ട്. സർക്കാർ നടപടിയിൽ അടിമുടി സംശയമുണ്ട്. മലമ്പനിയോടും മലമ്പാമ്പിനോടും തോറ്റിട്ടില്ല. ഈ സർക്കാരിന് മുന്നിലും തോൽക്കില്ല. ചോരയൊഴുക്കിയും ബഫർ സോൺ തടയുമെന്നും ബിഷപ്പ് പറഞ്ഞു. കർഷകരെ ബാധിക്കാതെ അതിർത്തി നിശ്ചയിക്കണം. ഇതാണ് രൂപത ഉന്നയിക്കുന്ന ആവശ്യം. വിവിധ തലങ്ങളിലും വ്യത്യസ്ത കേന്ദ്രങ്ങളിലും നിന്ന് ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനൊപ്പമാണ് താമരശ്ശേരി രൂപതയുടെ പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. ബഫർ സോൺ വിഷയം നിലനിൽക്കുന്ന പൂഴിത്തോട്, കക്കയം എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച ജനജാഗ്രത യാത്രകൾ കൂരാച്ചുണ്ടിൽ സംഗമിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തിലായിരുന്നു ബിഷപ്പിന്റെ ശക്തമായ വാക്കുകൾ ഉയർന്നത്. താമരശ്ശേരി രൂപത പാസ്റ്റർ കൗൺസിലും പ്രമേയത്തിലൂടെ ബഫർ സോണിനെതിരെ രംഗത്ത് വന്നിരുന്നു. റിസർവ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ ഇക്കോ സെൻസിറ്റീവ് സോൺ വേണമെന്ന സുപ്രീംകോടതി വിധിയിൽ അത് ജനവാസ കേന്ദ്രങ്ങളായിരിക്കണമെന്ന ഒരു നിർദ്ദേശവുമില്ലെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി. വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിന്റെ അതിർത്തികൾ സംസ്ഥാന സർക്കാർ വനത്തിനുള്ളിലേക്ക് മാറ്റി പുനർനിർണയിച്ച് കേന്ദ്ര വൈൽഡ് ലൈഫ് ബോർഡിന് സമർപ്പിച്ച് സുപ്രീംകോടതിയിൽ അത് ഹാജരാക്കി ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ഉപഗ്രഹ മാപ്പ് അപൂർണവും അവ്യക്തവും വലിയ അപകടം പതിയിരിക്കുന്നതുമാണെന്ന് കൗൺസിൽ നിരീക്ഷിച്ചു. ഷെക്കേന ന്യൂസ്, കോഴിക്കോട്.